തോട്ടഭൂമിയായിക്കൊണ്ടത് കൈമാറാനുള്ള അവകാശം കുഴിക്കൂറുകാർക്കുണ്ട്, കുഴിക്കൂർ അവകാശമുള്ളവർക്കുണ്ട്, പണം വാങ്ങാനും ക്രയവിക്രയം നടത്താനും. പക്ഷേ അതിൽ നിർമ്മാണാനുമതി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളത് ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്നതാണ്. സർക്കാരിന് ഇത്തരത്തിലുള്ള ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. സർക്കാരിന് സ്കൂളുകൾ പണിയാം, ആശുപത്രികൾ പണിയാം, സർക്കാരിന് റോഡുകൾ പണിയാം, സർക്കാരിന് മറ്റു കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ തന്നെ പണിയാം. ആ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തത്. അപ്പോഴാണ് ചില തർക്കങ്ങൾ കോടതിയിൽ വന്നത്, അവകാശ തർക്കങ്ങൾ വന്നു. അപ്പോൾ കോടതിയോട് സർക്കാർ പറഞ്ഞു, ഇതിൻ്റെ അവകാശി ആരാണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള കുഴിക്കൂറ് പണം അവർ ഇത്രയും കാലം അത് നോക്കി നല്ല രീതിയിൽ വളർത്തി എന്നുള്ളതിൻ്റെ പേരിൽ അവർ അതിനുള്ള ഒരു തുക എന്നുള്ള നിലയിൽ ആ സംഖ്യ കെട്ടിവെച്ചു. അങ്ങനെയാണ് സർക്കാർ ആ ഭൂമി എടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ അപകടം പല ആളുകളെയും ദുരിതബാധിതരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. അവർക്ക് സർക്കാർ 15 ലക്ഷം രൂപ കൊടുത്തു, 100-ലധികം ആളുകൾ അത് വാങ്ങിപ്പോയി. ഈ 100-ലധികം ആളുകൾക്ക് ഒരു വീടിൻ്റെ തറ ഇതുവരെ ഇട്ടിട്ടുണ്ടോ മുസ്ലിം ലീഗ്? അവർക്കതിന് കഴിയില്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഭൂമിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാമായിരുന്നല്ലോ. എന്തേ അവരതൊന്നും ആലോചിച്ചില്ല? അതിനെക്കുറിച്ചൊന്നും നേരത്തെ മുൻകൂട്ടി കണ്ടില്ല? അതിനുള്ള ഉത്തരം അവർ പറയേണ്ടതായിട്ടുണ്ട്. ഈ ആളുകളെ എങ്ങനെയാണ് അവർ അടർത്തി കൊണ്ടുവന്നത്? ഞങ്ങൾ പണിയുന്ന സ്ഥലത്ത് പള്ളി പണിയാം, അവിടെ മദ്രസ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മളുടേതൊരു മിക്സഡ് സൊസൈറ്റി അല്ലേ? ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കണ്ടേ? അങ്ങനെയല്ലേ അവർ ചൂരൽമലയിൽ ജീവിച്ചിരുന്നത്? അങ്ങനെയല്ലേ അവർ ഒത്തൊരുമിച്ച് അവരുടെ വാസസ്ഥലങ്ങളിൽ ഇതുവരെ കഴിഞ്ഞിരുന്നത്? നിങ്ങൾ നോക്കൂ, സർക്കാർ ഉണ്ടാക്കുന്ന ഈ പുതിയ ഭവന പദ്ധതി വരുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്ത് എത്ര പള്ളികളുണ്ട്, എത്ര ക്ഷേത്രങ്ങളുണ്ട്, എത്ര ചർച്ചുകളുണ്ട്? ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ? ഏതെങ്കിലും മതവിഭാഗത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ? എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തന്നെ ഒരു പള്ളിയും ഒരു അമ്പലവുമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ആളുകളെ, ദുരന്തം ബാധിച്ച ആളുകളെ വേർതിരിക്കുന്നത്? അവരൊരുമിച്ച് ജീവിക്കട്ടെ. അവരുടെ കുടുംബങ്ങൾ മുമ്പ് കഴിഞ്ഞിരുന്നത് എങ്ങനെയാണോ അങ്ങനെ മിക്സഡായിട്ട് ജീവിക്കട്ടെ അവർ. അതിനവരെ അനുവദിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം ഉത്തരേന്ത്യയിൽ RSSും BJPയും ചെയ്യുന്നത് പോലെ ഹിന്ദുക്കളൊക്കെ ഒരു ഗല്ലിയിൽ, മുസ്ലിങ്ങളൊക്കെ വേറെ ഗല്ലിയിൽ, അങ്ങനെ കേരളത്തിലും ഗല്ലികൾ പണിയുക എന്നുള്ളതാണോ ലീഗിൻ്റെ ലക്ഷ്യം? അത് ലീഗിൻ്റെ നേതൃത്വം വ്യക്തമാക്കണം. ഇത് കേരളത്തിൻ്റെ ബഹുസ്വര സംസ്കാരത്തിന് യോജിച്ചതല്ല. ലീഗ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വിഭാഗീകരണം നടത്താൻ പാടില്ലായിരുന്നു. പേരിന് ഏതെങ്കിലുമൊക്കെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം, പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും ഇത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പള്ളി ഉണ്ടാകും, അവിടെ മദ്രസയുണ്ടാകും എന്ന്. അതെ, അല്ല, ശരി, ഞാൻ ഇത് കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു വിഭാഗീകരണം ഇതിൽ നടത്താൻ വേണ്ടി ലീഗ് ശ്രമിക്കുന്നു. അത് വളരെ അപകടകരമായിട്ടുള്ള, ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിൻ്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിൻ്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത് പാർട്ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിക്കാം.
അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കാം. ഇപ്പോൾ അവിടെ ഒരു ഗ്രാമം പണിയുക, എന്നിട്ടൊരു ലീഗിനൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, ഒരു 100 വീടുള്ള ഒരു വലിയ കോളനി, അതൊക്കെ ഞങ്ങൾ വോട്ടാണ് എന്ന് വരുത്തി തീർക്കുക. സത്യത്തിൽ സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞതിലൂടെ വരും തലമുറയെപ്പോലും ആ കുടുംബങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലീഗിൻ്റെ ആനുകൂല്യം പറ്റിയവർ എന്നാണ് അവരറിയപ്പെടുക. മുസ്ലിം ലീഗിൻ്റെ ആനുകൂല്യം പറ്റിയവർ എന്നാവും അവർ വിളിക്കപ്പെടുക ഭാവിയിൽ. എന്നാൽ സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായാൽ ഏതെങ്കിലും ഒരുത്തൻ, ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുമോ അത് ഞാൻ കൊടുത്ത സ്ഥലമാണ്, അത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന്? കൊടപ്പനച്ചോട്ടിൽ പെര വെച്ച് കിട്ടിയ മാതിരിക്കാരം മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി. ആജീവനാന്തം അവർ ലീഗിന് വോട്ട് ചെയ്യേണ്ടി വരും. ലീഗ് നേതാക്കൾക്കെതിരായി അവരെന്തെങ്കിലും പറഞ്ഞാൽ അങ്ങാടിയിലിട്ട് അവരെ വഷളാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അത് നമ്മൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായി ഭാവി തലമുറയെപ്പോലും മാറ്റുന്നതിന് അവർ ശ്രമിക്കുന്നത്? അത് തീർത്തും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഈ 2 രജിസ്ട്രേഷൻ? ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ 100 ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ പോരായിരുന്നോ? സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഇനി അവിടെ വീടൊക്കെ ഉണ്ടാക്കും. വീടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചടങ്ങ്, അത് കഴിഞ്ഞ് പിന്നെ ആധാരം കൈമാറാൻ വേണ്ടി വേറൊരു ചടങ്ങ്. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇവരെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ഞങ്ങൾ തന്നതാണ്, ഇത് ഞങ്ങൾ തന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയും ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു? ഗുജറാത്തിൽ ലീഗ് വെച്ച് കൊടുത്ത വീടിൻ്റെ ഉടമസ്ഥാവകാശം അവിടെ താമസിക്കുന്നവർക്ക് കൊടുത്തില്ല. അവരെല്ലാം കൂടിയല്ലേ കോഴിക്കോട്ട് ഒരു ദിവസം വന്നത്, ഓർമ്മയില്ലേ? കോഴിക്കോട് ലീഗ് ഓഫീസിൽ വന്നു, ഞങ്ങൾക്ക് ഉടമസ്ഥാവകാശം തരണം എന്നവർ പറഞ്ഞു. കൊടുത്തില്ല. ഇന്ന് വരെയും കൊടുത്തിട്ടില്ല അവർക്ക് ഉടമസ്ഥാവകാശം. ഏതോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരില്ല ഇന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം. അതുപോലെ എല്ലാ കാലവും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? എന്ന് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കും ലീഗ് അവരുടെ പേരിൽ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ 2 രജിസ്ട്രേഷൻ്റെ ചാർജ് വന്നോ? അതൊക്കെ ഏത് പണത്തിൽ നിന്നാണ് എടുക്കുന്നത്? ഈ 40 കോടി രൂപയിൽ നിന്നല്ലേ? അപ്പൊ ഇതിന് നേതൃത്വം നൽകിയ ലീഗിന്റെ സബ് കമ്മിറ്റിയിലെ 5 അംഗ സമിതിയെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. ലീഗിനെ വഞ്ചിച്ചു എന്നുള്ളതിൻ്റെ പേരിലും നാട്ടുകാരുടെ മുമ്പിൽ മുസ്ലിം ലീഗിനെ അവഹേളിച്ചു എന്നുള്ളതിൻ്റെ പേരിലും മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ്യതക്ക് ഇവർ കോട്ടം തട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിലും. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് 2 സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിച്ചത്. ലീഗ് വാങ്ങിയിട്ടുള്ള സ്ഥലം 2 മേഖലയിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ പോയി നോക്കിയാൽ അറിയാം. അതിനെ ബന്ധിപ്പിക്കുന്ന, ഈ സ്ഥലത്തെ ബന്ധിപ്പിക്കുന്ന, സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് എനിക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. മെയിൻ റോട്ടിൽ ഇവിടെയുണ്ട്, അപ്പുറത്തും മെയിൻ റോഡുണ്ട്, അതിൻ്റെ മുഖത്തും കുറച്ച്. 2ഉം തോട്ടഭൂമിയാണെന്ന് അവിടെ ചെല്ലുന്ന ഏതൊരു കണ്ണുപൊട്ടനും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതാണ് ഇത് സംബന്ധമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്.